നാടൻ കോഴി വെച്ചിട്ടുള്ള ഒരു കറിയും കോട്ടയം സ്റ്റൈല് ചക്കപ്പുഴുക്കുമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ഇത് രണ്ടും. കോഴിയെ വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. നാടൻ കോഴിക്കറിയാകുമ്പോൾ നമ്മളിത് തൊലിയോട് കൂടി തന്നെ കറി വെക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. കോഴി ചെറിയ കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 1,800ഓളം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 12 അല്ലി വെളുത്തുള്ളി, ഒരു 20ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവോള, കുറച്ച് കറിവേപ്പില, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സവാള ഇതിലേക്ക് അരിഞ്ഞു കൊടുക്കാം. സവാള അത്യാവശ്യം വലിയ കഷ്ണമായി തന്നെ അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. ചെറിയുള്ളി അതുപോലെ തന്നെ മുറിച്ചിട്ട് കൊടുത്താൽ മതി. വലുതാണെങ്കിൽ മാത്രം, ചെറുതാണെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ 1 മണിക്കൂറോളം അടുപ്പിൽ വെച്ച് പതിയെ കുക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ട് സവാള ഉള്ളിയൊക്കെ നന്നായിട്ട് ഗ്രേവിയിൽ അലിഞ്ഞു ചേർന്നോളും. അതുകൊണ്ട് കുറച്ച് വലുതായി കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു കറി എൻ്റെ വല്യമ്മച്ചിയൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ള ഒരു രീതിയിലാണ് വയ്ക്കുന്നത്. ഈ ഒരു കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ അധികം ഓയിലൊന്നും ചേർക്കുന്നില്ല. കാരണം സ്കിന്നോട് കൂടി തന്നെയുള്ള കോഴി ആയതുകൊണ്ട് സ്കിന്നിനടിയിലുള്ള ഫാറ്റൊക്കെ ഇറങ്ങിയിട്ട് ഈ സവോളയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴന്ന പോലെ പച്ചമണമൊക്കെ മാറി കിട്ടും. ഇഞ്ചി മാത്രം നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം. എല്ലാം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇടുമ്പം കുറച്ചേറെ ചേർത്ത് കൊടുത്തോളൂ. കാരണം നാടൻ കറി ആയതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ്. ഇതിൽ പകുതി കാശ്മീരി ചില്ലി പൗഡറും ബാക്കി സാധാരണ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്തതാണത്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ ഇട്ടിരിക്കുന്ന ഒരു ചെറിയ സ്പൂണാണ്, അതുകൊണ്ടാണ് ഞാൻ പല പ്രാവശ്യം മസാലകൾ ഇടുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത് വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. അതാകുമ്പം നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മസാലകളെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് നമുക്കൊരു അരമണിക്കൂർ നേരത്തേക്കൊന്ന് അടച്ചു വയ്ക്കാം. നാടൻ കോഴി ആയതുകൊണ്ടും വിറകടുപ്പിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ടും ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ ബ്രോയിലർ കോഴിയിലും ഈ ഒരു കറി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. സ്കിന്നോടുകൂടി കിട്ടുകയാണെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ തന്നെ ചെയ്താൽ മതി. സ്കിന്നില്ലാത്ത ചിക്കൻ ആണെങ്കിൽ നമ്മൾ ആ മസാല കുഴച്ച് വെക്കുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ച് വെക്കണം. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയിൽ കിടന്ന് സവോളയും ഉള്ളിയൊക്കെ പച്ചമണം ഒന്നുമില്ലാതെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ശ്രദ്ധിച്ചോണം, വെള്ളം കുറഞ്ഞു പോവുകയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ 1 മണിക്കൂറോളം ഏകദേശം എടുക്കും ഇത് വെന്ത് കിട്ടാനായിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് ചക്ക വേവിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ചക്കനിയും കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം. ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണല്ലോ ചക്ക വേവിക്കുന്നത്. ഇതിപ്പം എൻ്റെ വീട്ടിൽ സാധാരണ വേവിക്കുന്ന ഒരു രീതിയാണ്. അരിഞ്ഞെടുത്ത ചക്കയും അരപ്പും കൂടെ ഒന്നിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരപ്പിന് വേണ്ടി എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, എരിവിനനുസരിച്ച് കുറച്ച് കാന്താരി, ഇത്രയുമാണ്. ഇത് നമുക്കിനി തോരനൊക്കെ അരച്ചെടുക്കുന്ന പോലെ അധികം അരയാതെ ഒന്ന് ഒതുക്കിയെടുക്കണം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ചക്ക ഇങ്ങനെ കുറച്ച് വശങ്ങളിലേക്ക് മാറ്റിയിട്ട് നടുവിലായിട്ട് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കാരണം ചക്കയ്ക്ക് അധികം വേവില്ല, അതുകൊണ്ട് അധികം വെള്ളം ചേർത്താൽ ചക്ക കുഴഞ്ഞു പോകും. ഇനി നമുക്ക് ആ മാറ്റി വെച്ചിരിക്കുന്ന വശങ്ങളിലെ ആ ചക്ക കൂടി അരപ്പിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ഈ ആവി കയറുമ്പോൾ ഈ അരപ്പിൻ്റെ ഫ്ലേവർ മുഴുവൻ ഈ ചക്കയിലേക്ക് ആവാനായിട്ടാണ്. ഒരു 10-12 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ചക്ക നമുക്ക് റെഡി ആയിട്ട് കിട്ടും. ചിക്കൻ കറി ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങാപ്പാലാണ്. ഈ തേങ്ങാപ്പാലാണ് ഈ കറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രുചി കൂട്ടുന്നൊരു സംഭവം. ഇതിപ്പോൾ ഞാനൊരു അരമുറി തേങ്ങ എടുത്ത് അതിൽ നിന്നെടുത്ത പാലാണ്. അപ്പോൾ കുറച്ച് കുറുകിയ പാല് വേണം കറിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. തേങ്ങാപ്പാലോട് ചേർത്ത് കഴിയുമ്പോൾ ഈ കറിക്ക് വേറൊരു രുചി തന്നെയാണ്. ഇനി നമുക്ക് കറിക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. കുറച്ച് ഉപ്പിൻ്റെ കൂടെ കുറവുണ്ട്, അപ്പോൾ അല്പം ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയാണ്. ഈ ഗരം മസാല ഇങ്ങനെ അവസാനം ചേർത്ത് കൊടുക്കുമ്പം ആ കറിയിലേക്ക് ആ മസാലയുടെ നല്ലൊരു ഫ്ലേവർ ഇറങ്ങും. തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് ഇനിയിപ്പോൾ ഈ കറി നമുക്ക് അധികം തിളപ്പിക്കാൻ പാടില്ല, അതുകൊണ്ട് തീയൊക്കെ ഒന്ന് മാറ്റിയിടാം. എന്നിട്ട് ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ച് താളിച്ച് ചേർക്കാനുണ്ട്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചിട്ടാണ് നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കുന്നത്. ഇങ്ങനെ ഈ താളിച്ചത് ചേർക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിയാതെ തുറക്കരുത്. ആ ഒരു സമയം കൊണ്ട് ഈ ഉള്ളിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ഒരു മണം കറിയിലേക്ക് ആയിക്കോളും. 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചക്ക ഇവിടെ വെന്ത് കറക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. കുഴഞ്ഞൊന്നും പോയിട്ടില്ല, അടിയിലും പിടിച്ചിട്ടില്ല. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് അരപ്പും ചക്കയും കൂടെ ഒന്ന് ഇളക്കിയെടുക്കണം. ഒരു കമ്പോ ഒരു തവിയുടെ അടിഭാഗമോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ നാടൻ കോഴിക്കറിയും ചക്ക പുഴുങ്ങിയതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ ഒരു പ്ലേറ്റിലോട്ട് വിളമ്പാം. ചക്ക ഇങ്ങനെ പ്ലേറ്റിലോട്ട് വിളമ്പിയിട്ട് നടുവിൽ ഇതുപോലെ ഒരു ചെറിയ കുഴി പോലെ ഉണ്ടാക്കണം. എന്നിട്ട് ആ കുഴിയിലേക്കാണ് നമ്മൾ ചിക്കൻ കറി വിളമ്പി വെക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ കറിയുടെ ചാറ് പുറത്തേക്ക് ഒഴുകി പോകാതെ മുഴുവൻ ചക്കയിലേക്ക് കുതിർന്ന് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു നാടൻ റെസിപ്പി ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി കാണാം. ബൈ.